ഇപ്പം വാഴ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് വാഴകളുടെ കഥ എന്ന് പറയുന്നത് ശരിക്കും ശരിയല്ല എന്ന് തോന്നുന്നു. നമ്മൾ പറയില്ലേ ഇവന് പകരം ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു. ശരിക്കും വാഴ വളരെ ഉപകാരപ്പെട്ട സാധനം. പക്ഷെ നമ്മൾ കൊളോക്കിയലി യൂസ് ചെയ്യുന്നത് വാഴ, ഇവനൊരു വാഴ എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ വെച്ചാല് സമൂഹത്തില് ഇപ്പൊ നമ്മൾ ഈ സോക്കോളിൽ കുറെ വാഴകൾ ഉണ്ടാവുമല്ലോ, അതിന് ഒരു തരത്തിൽ പാരന്റ്സ് കൂടെ കാരണമല്ലേ? അതെ അതെ. അതെങ്ങനെയാണ് ഇപ്പം സിനിമയിലായാലും കുറെ കൂടെ അത് കാണിക്കുന്നുണ്ട്. ഇപ്പൊ സിനിമയിൽ നമ്മുടെ നോബി ചേട്ടന്റെ ക്യാരക്ടർ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവൻ ഒരു വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയാം. ആ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക എന്നുള്ളതിലാണ് കാര്യം. എല്ലാവരും ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാവർക്കും അവരുടേതായ ഒരു വാല്യൂ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള ഒരു എയിം ഉണ്ടാവും. അത് ചിലപ്പോൾ ഇപ്പം നമുക്ക് ചിലപ്പോൾ മായയുടെ ഒരു പരിപാടി, എനിക്ക് മായ എന്നാ പേര് അല്ല ക്യാരക്ടർ അല്ല, കൺഫ്യൂഷനായി. അപ്പം അത് വർക്കൗട്ട് ആവണമെന്നില്ല, പക്ഷെ വേറൊരാൾക്ക് അത് വർക്കൗട്ട് ആയിരിക്കും. അപ്പം ആ വാല്യൂ ഐഡന്റിഫൈ ചെയ്യുക, അതിൽ വേണ്ടി വർക്ക് ചെയ്ത ആരും വാഴകളല്ല. എല്ലാവർക്കും ഒരു പർപ്പസ് ഉണ്ട്, ആ പർപ്പസ് ഫുൾഫിൽ ചെയ്യാനാണ് അവർ ലോകത്തേക്ക് വരുന്നത്. അത് അത്രേ ഉള്ളൂ. ആരും വാഴകളായിട്ട് ജീവിക്കുന്നില്ല ഇവിടെ, ജനിക്കുന്നേ ഇല്ല. അതാ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ആയി പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ എത്ര സക്സസ്ഫുൾ ആയിട്ടുള്ള ആളാണെങ്കിൽ പോലും ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ ഇപ്പൊ പറഞ്ഞ പോലെ സോക്കോൾഡ് വാഴ എന്നുള്ള പേര് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കേട്ടിട്ടില്ല, ഇതുവരെ ഇല്ല. ഇനി അങ്ങോട്ട് അതെ. വാഴ 2 ഉണ്ടോ? അറിഞ്ഞൂടാ. അത് വേറെ ടീം തന്നെ? വേറെ ടീമല്ല, നമ്മളുടെ തന്നെ ഡയറക്റ്റ് ചെയ്യുന്ന സവിൻ ചാടനാണ് നമ്മളുടെ അസോസിയേറ്റ് ആണ്, വാഴയുടെ അസോസിയേറ്റ് ആണ്. പിന്നെ ക്യാമറ DOP ചെയ്യുന്ന അഖിൽ ലൈലാസുരൻ. എല്ലാം നമ്മളുടെ വാഴയിലെ ടീമിന്റെ ആൾക്കാർ തന്നെയാണ്. പിന്നെ പ്രൊഡക്ഷനും നമ്മൾ സെയിം ആണ്. മ്യൂസിക് മാത്രം വിപിൻ ചേട്ടൻ ഇപ്പൊ സെർച്ചിങ് എന്നും പറഞ്ഞ ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുക. അധികം വിവരങ്ങളൊന്നും പുറത്തില്ല. അതെ, ഹാഷിർ ടീം ആയിരിക്കും. ഇത് ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് ആണെങ്കിൽ വാഴ 2 ഇസ് ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ്. അപ്പൊ ഞാൻ നമുക്ക് കുറച്ച് ആൾക്കാരെ പേര് പറയാം കൂടെ വർക്ക് ചെയ്തിട്ടുള്ള. അപ്പൊ അവരെ പറ്റി ഒരു 2 വാക്കിൽ കവിയാതെ എന്താ പറയാ, അവരെ പറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവരായിട്ടുള്ള ഒരു ഓർമ്മ, അങ്ങനെ എന്തെങ്കിലും. സിജു അജോ തോമസ്. സിജു ഭയങ്കര അടിപൊളിയാണ്, എൻ്റെ ഫസ്റ്റ് നായകൻ. അതെ അതെ അതെ, അടിപൊളിയാണ്. കോട്ടയം നസീർക്ക. ഞാൻ സീനിയർ ആക്ടർ ആയിട്ടുള്ളൊരു സീൻ വാഴയിൽ കോട്ടയം നസീർക്കായിട്ടായിരുന്നു. ആ നമ്മളുടെ പറയാം, ക്ലൈമാക്സിലെ ഒരു ബ്യൂട്ടിഫുൾ സീനാണ്. എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ളൊരു പടമാണ്. നസീർക്ക ഇപ്പം ഒരു സീനിയർ ആർട്ടിസ്റ്റ് ഇങ്ങനെ സജഷൻ ഷോട്ടിനൊന്നും ഇരിക്കണം എന്നില്ല, പക്ഷെ പുള്ളി ഭയങ്കര പ്രൊഫഷണലാണ്. എന്നെ ആ ഒരു സജഷൻ ഷോട്ടിനൊക്കെ ഹെൽപ്പ് ചെയ്തിരുന്ന് വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് പോയത്. സെറ്റാണ്. ഓക്കെ. ജോമോൻ മുത്താണ്. ഇന്റർവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് ജോമോൻ ഭയങ്കര സൈലന്റ്. അത് തോന്നല്ല, ഇന്റർവ്യൂവിലും എല്ലാം ആയിരിക്കും ജോമോൻ സൈലന്റ്. നമ്മളുടെ കൂടെ ഇപ്പോൾ റൂമിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചില്ല് ചെയ്തിരിക്കുകയാണെങ്കിൽ ജോമോൻ ഓണാണ്. പൊട്ടിത്തെറിയല്ല, ഓണാണ് ജോമോൻ. ഇപ്പൊ നമ്മുടെ രോമാഞ്ചത്തില് പിന്നെ ഗുരുവായൂരമ്പലം നടയിൽ ഫുൾ ആ ഒരു ചില്ലാണ്. നമ്മൾ പെട്ടെന്ന് ഇപ്പം സിനിമയിലേക്ക് വരുമ്പോൾ നോബി ചേട്ടന് പറ്റിയ മോനാണ്, കറക്റ്റ് കാസ്റ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു. പക്ഷെ ഇന്റർവ്യൂലേക്ക് വരുന്ന സമയത്ത് ഇന്റർവ്യൂല് ജോമോൻ മിണ്ടില്ല, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നു, നമുക്ക് തീരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെല്ലാരും അടിപൊളിയാണ്. ഇവരെ കുറിച്ച് ആക്ച്വലി എനിക്ക് ഇഷ്ടംപോലെ കഥകളുണ്ട് പറയാൻ, അതൊന്നും പറയാൻ പറ്റാത്ത കഥകളാണ്. ഞങ്ങള് ഇപ്പൊ ഏകദേശം എത്രയായി, 1 വർഷമായി എല്ലാവരും കൂടെ. ഇപ്പൊ കൊച്ചിയിലാണെങ്കിൽ, ഇപ്പൊ ഞാൻ കൊച്ചിയിലാണ്, എല്ലാവരും കൊച്ചിയിൽ വരുമ്പോൾ എൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലി പോലെ. ഇപ്പൊ സാഫായാലും അനു ആയാലും അമിത് ആയാലും സിജു ആയാലും ജോമോൻ ആയാലും. ആരെങ്കിലും വിട്ടിട്ടുണ്ടോ? ശ്രുതി സിയ എല്ലാവരും. അതെ, പേടിയാ. എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ഞങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് പറയാൻ. അനശ്വര എൻ്റെ വാങ്കില് കൂടെ ഉണ്ടായിരുന്നു. നല്ലൊരു ആർട്ടിസ്റ്റാണ്, വെരി പ്രൊഫഷണൽ. അതാണ് അനശ്വര. ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഉദാഹരണം സുജാതയിൽ വന്നിട്ട് അന്ന് കണ്ട ആ കുട്ടിയിൽ നിന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് സ്റ്റേറ്റ് അവാർഡിൽ വരെ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. ആ നേരിലെ പെർഫോമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ട് ഞാൻ വിളിച്ചിരുന്നു. വെരി ഹാപ്പി ദാറ്റ് നമ്മളുടെ ഇങ്ങനെ നമ്മൾ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ഇങ്ങനെ നല്ലോണം പെർഫോം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നന്ദന എന്റെ അടിപൊളി ഫ്രണ്ടാണ്. നിങ്ങളുടെ എനിക്ക് ഒന്ന് വാങ്ങി ഇറങ്ങിയ സമയത്ത് നിങ്ങളുടെ കുറെ വീഡിയോസ് ഒക്കെ വന്ന് കുറെ ഗെയിമും കാര്യങ്ങളൊക്കെ കുറെ ട്രോളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? ചെറുതായിട്ട്. നന്ദു ഭയങ്കര എൻ്റെ ഒരു ലിറ്റിൽ സിസ്റ്റർ പോലെയാണ്.
ഓ ഇളയതാണ് കുട്ടി. ഇളയതാണ്. ഓക്കെ, ശരിക്കും എത്ര വയസ്സായി? എന്റെയോ? വയസ്സ് പറയാൻ പാടില്ല. അങ്ങനൊന്നുമില്ല, 26. ഓക്കെ, ലെന ചേച്ചി. ലെന മാമിന്റെ കൂടെ എനിക്ക് കോമ്പിനേഷൻ ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. എന്താ പൂജയിലാണ് ഞാൻ മീറ്റ് ചെയ്തത്. ഭയങ്കര ഞങ്ങൾ ആക്ച്വലി ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങള് മുടി സെയിം ആയിരുന്നു ആദ്യം കണ്ടപ്പോ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് ഹെയർ കട്ട് ചെയ്ത ടൈമിൽ, എടാ നീ ലെന മാമിനെ പോലെ ഉണ്ട്. അത് ഞാൻ പോയിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ഇത് കേട്ട എനിക്ക് തല്ല് കിട്ടും അങ്ങനെയല്ല. എനിക്ക് തോന്നിട്ട് ഒരു സാമന്തയുടെ കട്ടുണ്ടെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. സാമന്ത ഇല്ല, ഒരു ക്യൂട്ട് ഫേസ് അല്ല, എനിക്ക് ഹെയർ കട്ട് ചെയ്ത സമയത്ത് ഇപ്പം വാങ്ങിലുള്ള ലുക്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇപ്പം സമന്ത കേക്കണ്ട. ഓക്കെ, അപ്പം എനിക്ക് മീനാക്ഷി ഒരു വക്കീൽ പഠിക്കുന്ന കുട്ടിയാന്നൊക്കെ അറിഞ്ഞ സമയത്ത് എനിക്ക് കുറച്ച് ടാസ്കുകൾ തരാൻ തോന്നി. അതിന് വേണ്ടി ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ലായിരുന്നു, ഞാൻ തപ്പി കണ്ടുപിടിച്ചാണ്. അല്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്. ആക്ച്വലി ക്വസ്റ്റ്യൻ ഒരു ജസ്റ്റ് പാത്ത് മാത്രമാണ്, ലക്ഷ്യം നമ്മുടെ ടാസ്ക് ആണ്. ടാസ്ക് ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കട്ടെ. ഫസ്റ്റ് പ്ലാനറ്റ് ഓഫ് സോളാർ സിസ്റ്റം. അത് ലോ ആയിട്ട് എന്ത് ലോ വരും, അങ്ങനെ GK ആണ്. മെർക്കുറി, വീനസ്, എർത്ത്, മാസ്. ഇതെല്ലാം ഉത്തരം പറഞ്ഞ ഞാൻ. ഓക്കെ, ഇത് വർഷമാണ്. ഇന്ത്യൻ പീനൽ കോഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വർഷം. IPC. ഇതായിരുന്നല്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വന്നേ. 1840 ആണോ? 1861. ക്ലോസ് ചെയ്യണം ഒരു നമ്പർ. കറക്റ്റ് ആണെങ്കിലേ ഞാൻ 1840 അല്ല 18 അല്ലേ? 18 ആണ്. 1860. ജസ്റ്റ് അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞു. സമ്മതിക്കില്ല. ഞാനൊരു ടാസ്ക് ഫോണിൽ അയച്ചു തരാം. ഫോണിലാ അയച്ചു തരാം. എന്തുവാ? ഒരു വക്കീൽ എന്ന പേരിൽ ഇത് പറയണം. എനിക്ക് മനസ്സിലായി, ഇതെനിക്കറിയാം. നമ്മുടെ ഒരു നെടുനീളം ഡയലോഗ് ആയിരുന്നു, ഞാനത് കുറച്ച് ചുരുക്കി. ഇത് നമ്മുടെ മമ്മൂക്കയുടെ ഡയലോഗ് അല്ലേ? ഇത് ഞാൻ പറയണോ? അതെ, പറയണം. വൈ നോട്ട്? പ്ലീസ്, ഞാൻ ലവ് ഇതൊക്കെ പറഞ്ഞു. ഇത് മമ്മൂക്കയ്ക്ക് മാത്രം പറയാൻ പറ്റുന്ന ഒരു സാധനമാണ്. ആ ഒരു ഫസ്റ്റത്തെ ഭാഗം മാത്രം മതി. നമ്മുടെ ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും, അതുപോലെ തന്നെയാണ് സത്യവും. ഇങ്ങനെ വായിക്കാനല്ല, പിന്നെ കോടതിയിൽ പറയുന്ന അത് മമ്മൂക്കയ്ക്ക് മാത്രം പറ്റുന്ന സാധനമാണ്. നമുക്ക് റിയൽ കോടതിയിൽ അങ്ങനൊന്നും ഇല്ല. റിയൽ കോടതിയിൽ വെറുതെ ഇങ്ങനെ ഇത്ര മൂടില്ല, അത്രേ ഉള്ളൂ.